പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലും ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലും അധ്യാപകനായിരുന്ന കാലത്തുനിന്നും സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ മൻമോഹൻ സിംഗ് വളർന്നു. 1976-ൽ റിസർവ് ബാങ്ക് ഡയറക്ടറായിരിക്കുമ്പോൾ സിംഗ് ജെഎൻയുവിൽ ഓണററി പ്രൊഫസറായി വേഷമിട്ടു. ഇതേ കാലത്താണ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട സിംഗിന്റെ പ്രവർത്തനങ്ങളും നടന്നത്. 1987-90 കാലഘട്ടത്തിൽ ജനീവയിലെ സൌത്ത് കമ്മീഷൻ സെക്രട്ടറി ജനറലിലേക്കുള്ള വളർച്ചയുടെ മുന്നോടിയായി അത് മാറി. 1971-ൽ മൻമോഹൻ സിംഗ് ഇന്ത്യ ഗവൺമെന്റിന്റെ കൊമേഴ്ഷ്യൽ മിനിസ്ട്രിയിൽ സാമ്പത്തിക ഉപദേശകനായി. തൊട്ടടുത്ത വർഷം ഇന്ത്യൻ ധനകാര്യ വകുപ്പിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേശക പട്ടത്തിലേക്ക് മുതിർന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിന് മുൻപ് സിംഗ് വേഷമിട്ട നിരവധി സർക്കാർ വിഷയങ്ങളിൽ ധനകാര്യ വകുപ്പ് സെക്രട്ടറി, പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ, പ്രധാനമന്ത്രിയുടെ ഉപദേശകൻ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ചെയർമാൻ എന്നിവയും ഉൾപ്പെടും.